ഈ കൃഷ്ണ ഗുരുവായൂരിലെ ഇല്ലന്നറ നിറപ്പുത്തരി ആയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റി ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇല്ലന്നറ ആഗസ്റ്റ് 18-നാണ്, തൃപ്പുത്തരി ആഗസ്റ്റ് 28-നും. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2024 വർഷത്തെ ഇല്ലന്നറ ആഗസ്റ്റ് 18 ഞായറാഴ്ച പകൽ 6:18 മുതൽ 7:54 വരെയാണ് അതിനുള്ള ശുഭമുഹൂർത്തം. ഇല്ലന്നേരയുടെ തലേദിവസം കതിർക്കറ്റുകൾ വയ്ക്കുന്നത് ക്ഷേത്രം കിഴക്കേ നടയിൽ താൽക്കാലിക ഒരു സംവിധാനം ഒരുക്കും. ഈ വർഷത്തെ തൃപ്പൂത്തരി ആഗസ്റ്റ് 28 ബുധനാഴ്ച പകൽ 9:35 മുതൽ 11:40 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ്. തൃപ്പൂത്തരി ദിവസം ഭക്തജനങ്ങൾക്കായി 1200 ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും. 1 ലിറ്ററിന് 240 രൂപയാകും നിരക്ക്. അത് 1/4 ലിറ്റർ ആണെങ്കിൽ പായസത്തിന് 60 രൂപയോളം ആവും. ഒരാൾക്ക് പരമാവധി 2 ടിക്കറ്റാണ് കിട്ടുള്ളൂ. നല്ല തിരക്കായിരിക്കും, കാരണം അത്രയും പ്രധാനപ്പെട്ട പായസമാണല്ലോ. പായസം തയ്യാറാക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. പുത്തരി പായസത്തിലേക്ക് കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് 2200 കദളിപ്പഴവും 22 കിലോ നെയ്യും ഉപയോഗിക്കും. പുത്തരി പായസത്തിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, കണ്ണന് നേദിക്കുക, ഗുരുവായൂരപ്പന് നേദിക്കുക പുത്തരി നെല്ലിൻ്റെ ചോറും പുത്തരി പായസവും ഉപ്പുമാങ്ങയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉപ്പുമാങ്ങ നേദിക്കുന്ന ഒരു ദിവസം. ആ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞാൽ അതിനും അവർക്ക് അവകാശമുണ്ട്. ആ ഉപ്പുമാങ്ങ എത്തിക്കാനുള്ള അവകാശം പുതിയേടം പിഷാരടിക്കാണ്. അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് അതുണ്ടാവുള്ളൂ. പിന്നെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉച്ചപൂജ കഴിക്കുക തന്ത്രിയാണ്. സാധാരണ മേൽശാന്തിയോ അല്ലെങ്കിൽ ഓദിക്കന്മാരാണ്. ഇത് അന്ന് ക്ഷേത്രം തന്ത്രിയാണ് ഉച്ചപൂജയും പിന്നെ അതേമാതിരി ശിവേലിക്ക് ബലിക്കല്ലിൽ ഹവിസ് തൂകുകയും ചെയ്യുക. അത് അന്നത്തെ ആ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ തൃപ്പൂത്തരി എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യാനുള്ളത്, അതിൻ്റെ ആദ്യത്തിൽ നാലമ്പലത്തിന് അടുത്ത് മണിക്കിണറിൽ, നമ്മളെ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ അകത്തുള്ള മണിക്കിണറിന് സമീപം ശാന്തിയേറ്റ കീഴ്ശാന്തി നിലവിളക്ക് കൊളുത്തും. എന്നിട്ട് ഗണപതി പൂജ നടത്തും. പിന്നെ പത്തുകാർ എന്നറിയപ്പെടുന്നവരുടെ വാര്യർ ശംഖ് വിളിക്കും. അതായത് ദേവസ്വം അധികൃതരോടും ഗുരുവായൂരപ്പനോടും ഒക്കെ സമ്മതം ചോദിച്ചിട്ട് ശംഖ് വിളിക്കും. പിന്നെ ആ വാര്യർ അളന്ന് കൊടുക്കുന്ന 41 നാരായം പുന്നെല്ലാണ് കുത്തിയിട്ടുള്ള അരിയാണ് പുത്തരിക്കായിട്ട് അളന്നു കൊടുക്കുക. ആ അളന്നു കൊടുക്കുന്ന അതുകൊണ്ടാണ് തിടപ്പള്ളിയിൽ പായസം വയ്ക്കുന്നതും അതൊക്കെ. കാര്യമായിട്ടും ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് പുത്തരി പായസം. അത് കിട്ടാൻ ഈ പറഞ്ഞ പോലെ ആകെ 2 ടോക്കനാണ് ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. ഈ കൊല്ലവും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ആ പുത്തരി എന്നിട്ട് ആ നെൽക്കതിര് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളെ വീട്ടിലേക്ക് ആ നെൽക്കതിര് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സമീപം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈ ആഗസ്റ്റ് 24 18-ന് ഇങ്ങോട്ട് വന്നിട്ട് 24-ന് പോകണ്ടെന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ 24-ന് വന്നിട്ട് ഇവിടെ നിൽക്കുക. 24-ന് പുത്തരി പായസമൊക്കെ വാങ്ങുക, കഴിക്കുക. പറ്റാവുന്നവരെല്ലാവരും, അല്ലാത്തവർ മനസ്സുകൊണ്ട് ആവുക. പിന്നെ ഈ കതിര് എങ്ങനെയെങ്കിലും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് 1 കതിരോ 2 കതിരോ കിട്ടിയാൽ മതി. അല്ലാതെ ആളുകൾ ഒരു വലിയ കറ്റയൊക്കെ കൊണ്ടുപോകാൻ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും തിരക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയൊന്നും വേണ്ട. നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ 1 കതിര് കിട്ടിയാലും മതി. ആ കതിര് വീട്ടിൽ വയ്ക്കുന്നത് അത്രയും ഐശ്വര്യമാണ്.